പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് കടന്നുപോകുന്ന വഴിക്ക് ഇരുവശവും വളർന്നുനിന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റി മാതൃകയായി പ്രദേശത്തെ വാഹന ഡ്രൈവർമാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് കടന്നുപോകുന്ന റോഡിന്റെ ഇരുവശവും വലിയ രീതിയിൽ കാടുപടലങ്ങൾ വളർന്ന് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. കോട്ടയം കുമളി പാതയിൽ നിന്നും കുറച്ചു ദൂരം സഞ്ചരിച്ച് വേണം ആശുപത്രിയിലേക്ക് എത്തുവാൻ. ഈ പാതയുടെ ഇരുവശത്തുമായിരുന്നു കാടുപടലങ്ങൾ വളർന്നു നിന്നിരുന്നത്. ഇതുവഴി കടന്നുവരുന്ന വാഹനങ്ങൾ കാൽനട യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചിരുന്നത്. പ്രദേശത്തെ വാഹന ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ റോഡിന് ഇരുവശത്തെയും കാടുപടലങ്ങൾ വെട്ടിമാറ്റിയിരിക്കുകയാണ്. പ്രൈവറ്റ് ആംബുലൻസ് ആണ്. മൂന്നാർക്ക് ബസ്സിൻ്റെ ഡ്രൈവറാണ്. അപ്പോൾ ഇന്ന് രാവിലെ നിരവധി വാഹനങ്ങൾ ഇതുപോലെ എമർജൻസി ആയിട്ട് വരുന്ന സ്ഥലമാണ് ആശുപത്രിയാണ്, പാലക്കാട്ടിലാണ്. അപ്പോൾ അവിടുന്ന് കയറി നടന്നു വരുന്നവർക്കായാലും തിരിച്ചങ്ങോട്ട് ഇറങ്ങി പോകുന്നവർക്കായാലും നടന്നു പോകാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് കാട് കയറി വരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളൊരു ഡോക്ടറിൻ്റെ വാഹനം ഇവിടെ വെച്ച് ഇടിക്കേണ്ടായിരുന്നു. എന്തോ ദൈവഭാഗ്യത്തിലാണ് അത് ഒഴിവായിപ്പോയത്. നിരവധി ആംബുലൻസുകൾ വാഹനങ്ങൾ ഇതിലെ രോഗികൾ കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ നടന്നു പോകുന്നവർക്ക് പോലും പറ്റാത്ത രീതിയിലായിട്ട് പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങി തിരിച്ച് ഈ സൈഡെല്ലാം അങ്ങ് വെട്ടിത്തെളിച്ചു. ഇപ്പോൾ നിരവധി വാഹനങ്ങൾക്ക് പോകാം, സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യുകയും ചെയ്യാം. രോഗികളായാലും ഒന്ന് സൈഡ് കൊടുത്ത് പോകണേ തന്നെ ഇപ്പോൾ നിരവധി സ്ഥലമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 200 മീറ്ററോളം ഞങ്ങൾ വെട്ടിത്തെളിച്ചു. ഇനി മുന്നോട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ വെഹിക്കിൾ ഷീറ്റും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിനംപ്രതി നിരവധി ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയാണിത്. കൂടാതെ ചെറുതും വലുതുമായ വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. കാടുപടലങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിന്നാൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇവയെല്ലാം മനസ്സിലാക്കിയാണ് വാഹന ഡ്രൈവർമാരുടെ മാതൃകാ പ്രവർത്തനം. ഇടുക്കി ലൈവ് ന്യൂസ് പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്മുടെ നിർഗുണം ചേട്ടനല്ലേ? നിർഗുണം ചേട്ടാ, നിർഗുണം ചേട്ടോ, ചേട്ടോ ചേട്ടാ, ഇയാള് തന്നെ മിണ്ടാത്ത ചേട്ടോ, ചേട്ടോ. യോ, ഇനി ചത്തു കുത്തിയിരിക്കുന്നത് വല്ലതും ആണോ? ദൈവമേ, യോ. നിർഗുണം ചേട്ടാ, അയ്യോ, പേടിപ്പിച്ച് കളഞ്ഞാടാ നോത്തെ. എന്നെ കോപ്പിലെ പരിപാടി കാണിച്ച് ചേട്ടന് എന്നെ കാണിക്കുമായിരുന്നു. വിളിച്ചിട്ടാണെങ്കിൽ കേട്ടതുമില്ല. കണ്ണെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിമ്മിയാല് മീനെ കിട്ടിയല്ല. എന്നിട്ട് ചേട്ടൻ ഒരു കണഞ്ഞോനെങ്കിലും കിട്ടിയോ? എന്റെ പൊന്നു നിർഗുണം ചേട്ടാ, നിങ്ങൾ ഈ വെയിലും കൊണ്ട് ഇവിടെ നട്ടുകുത്തിയിരിക്കുന്നത് പോലെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആ ഹൈറേഞ്ച് വിലാസിലോട്ട് ചെല്ലു. അവിടെയാണെങ്കിൽ രാവിലെ വള്ളക്കാരുടെ നിന്ന് മേടിക്കുന്ന മീനെ ഉച്ചയ്ക്ക് തീമേശല, പിന്നെ കിടിലം വൈബും. എന്നാ വാടാനത്തെ നമുക്ക് ഹൈറേഞ്ച് വില്ലാസിലേക്ക് പോകാം.